ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അധികാരത്തിലേറാൻ പോവുകയാണ്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള സംഭവമുണ്ട്. അതാ മനസ്സിലാക്കുക, അമേരിക്കയിൽ ഏകദേശം 2 കോടിയോളം ഇവിടെയുള്ള പല രീതിയിൽ ജോലി ചെയ്യുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പുറത്താക്കാൻ വേണ്ടി പ്രത്യേക ആൾക്കാരെ നിയമിച്ചു കഴിഞ്ഞു ഓൾറെഡി ട്രംപ്. അപ്പം വല്ലാത്ത സ്ഥിതിയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ 2 കോടി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ആലോചിച്ച് നോക്ക്, എത്ര പേരായിരിക്കും. ഈ 2 കോടി ഒറ്റയടിക്കൊന്നും പുറത്താക്കാൻ പറ്റത്തൊന്നുമില്ല. പക്ഷേ ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുന്ന പലർക്കും ഉണ്ടാകാൻ പോകുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഏത് രാജ്യത്തെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്? മെക്സിക്കോ ഒന്നും വലുതായിട്ട് ബാധിക്കാൻ പോകും. കാരണം അധികം പേര് മെക്സിക്കോയിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് അവിടുന്ന് ആഫ്രിക്കയിൽ നിന്നൊക്കെ വന്ന് ഇങ്ങോട്ട് കയറിയതാണ്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരെയായിരിക്കും? കാരണം ഏകദേശം 18 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട് കാനഡയിൽ. വലിയൊരു ശതമാനം ഇന്ത്യൻ സ്റ്റുഡൻസും, അതായത് കേരളത്തിൽ നിന്ന് വരെ സ്റ്റുഡൻസ് വളരെയധികം ഉണ്ട് കാനഡയിൽ. ബാധിക്കാൻ പോകുന്ന കാനഡയാണ്. ഇപ്പോൾ കനേഡിയൻ ഗവൺമെൻറ് വല്ലാത്ത രീതിയിൽ അലേർട്ടായിട്ടുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത്, അമേരിക്ക കാനഡ ബോർഡർ എന്ന് പറയുന്നത് ഏകദേശം 5055 മൈലാണ്. ഏകദേശം 8000 കിലോമീറ്റർ വരുന്നുണ്ട്. ഇത്രയും ഭാഗത്ത് ലോ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് സെക്യൂരിറ്റിയെ വെച്ച് ഇത് തടയുക എന്ന് പറയുന്നത് വലിയ ഇഷ്യൂ ആണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും കാരണം ഇവർക്കൊക്കെ പിടികിട്ടിയ അമേരിക്കയുടെ ട്രംപ് വന്ന് ഇവരെ പുറത്താക്കും. അപ്പോൾ വലിയൊരു ശതമാനത്തിന് മനസ്സിലായി ഇവർ ആദ്യത്തെ ഓപ്ഷൻ നോക്കുന്നത് ബോർഡർ എങ്ങനെയെങ്കിലും ചാടിക്കടന്ന് കാനഡയിൽ പോവുക. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പം ആലോചിക്കാം, ഞാൻ പറയുന്നത് ഇപ്പം പെട്ടെന്ന് 2 കോടിയുടെ കാര്യമല്ല. ഒരു 5-10 ലക്ഷം പേര് ക്രോസ് ചെയ്യുകയാണെങ്കിൽ കാനഡ വിട്ടുപോയി. ഈ ചെറിയ സംഭവമൊന്നുമല്ല. ഇപ്പം ഇത്രയും പേര് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഭക്ഷണം, കാരണം ഇവർക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്നാമത് കാനഡയിലെ അൺഎംപ്ലോയ്മെൻറ്റ് ഭയങ്കരമായി. രണ്ടാമത് അവിടെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഇൻഫ്ലേഷൻ ഹൈ ആയി. അവിടെ സാധാരണക്കാരൻ, അവിടെ സിറ്റിസണ് വീട് മേടിക്കാൻ വയ്യ. അപ്പോൾ അവിടെയൊക്കെ ഏകദേശം 5 അല്ലെങ്കിൽ 7, 8, 10 ലക്ഷം പേര് ബോർഡർ ചാടിക്കടന്ന് ആ രാജ്യത്ത് എത്തിയ സ്ഥിതി ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇത് ചെറിയ ഇഷ്യൂ അല്ല ഇത്. കാരണം ആ രാജ്യത്തെ വല്ലാതെ പെട്ടുപോയി രാജ്യം. കാരണം ആ രാജ്യമല്ല, ഇത്രയും പേര് ഒരു രാജ്യത്ത് കയറി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫെസിലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, കാരണം അവർക്ക് കുട്ടികളുണ്ടായിരിക്കും, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും, ഹെൽത്ത് കെയർ ഉണ്ട്, ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതാവും. ഇവരെ പിടിച്ച് ഇത്രയും പേരെ എങ്ങനെ കൊണ്ടുപോയി ജയിലിലിടും? ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ വലിയ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് കാനഡ. അതായത് അമേരിക്കയും കാനഡയുമായിട്ടുള്ളൊരു അവർ തമ്മിൽ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ് ഇതിനെ അവർ ഓവർകം ചെയ്യുന്നത്. ഇഷ്യൂ ആണിത്. കാരണം ഇത്രയും പേര് പോയി കഴിഞ്ഞാൽ കാനഡ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവരുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ഡീറെയിൽ ചെയ്തു പോകും. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ പുതിയ ആൾക്കാരെ പോലീസിലൊക്കെ എടുത്ത് അത് താൽക്കാലികമായിട്ടെടുത്ത് ഇതിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇവിടൊന്നും ഈ കമ്പിവേലിയൊന്നുമില്ല, അങ്ങോട്ടങ്ങ് ചാടിയാൽ മതി. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകൾ വരുന്നത് ഭയങ്കര തമാശയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, കഴിഞ്ഞിടയ്ക്കാണ് ഇവിടുന്ന് വളരെയധികം പേരെ ഇന്ത്യക്കാർ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഗുജറാത്തികളാണ് അവരെ നാട്ടിലോട്ട് തിരിച്ചയച്ചത്. അത് ട്രംപ് അല്ല ചെയ്ത്, ബൈഡൻ അഡ്മിനിസ്ട്രേഷനാണ് ചെയ്ത്. അവരിവിടെ താമസിപ്പിച്ചിട്ട് അവരെ അങ്ങോട്ടങ്ങ് പറഞ്ഞയച്ചു. ഇന്ത്യ ഗവൺമെൻറ് യാതൊരു പ്രശ്നവുമില്ല ഈ പോകുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിനെ തിരിച്ചയച്ചാൽ. അപ്പം ഇതിനകത്തും മനസ്സിലാക്കുക, അമേരിക്കയിൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് എസ്പാനിഷ്, അതായത് സ്പാനിഷ് സംസാരിക്കുന്ന സൗത്ത് അമേരിക്കൻ ആൾക്കാരുണ്ട്, ആഫ്രിക്കൻസ് ഉണ്ട്. അതേപോലെ മനസ്സിലാക്കുക വളരെയധികം ഇന്ത്യക്കാരുണ്ട്. ഈ പല രീതിയിലും കാനഡയിൽ നിന്നും മെക്സിക്കോയിലൊക്കെ വന്ന് അവിടുന്ന് ചാടി ഇങ്ങോട്ട് വന്നവരുണ്ട്. ഇവരെല്ലാം കൂടെ അങ്ങോട്ട് പോയുള്ള സ്ഥിതി ഇന്ത്യയിലും പ്രശ്നമുണ്ടാകും ഇതൊക്കെ. കാരണം ഇന്ത്യ ഗവൺമെൻറ്റും ഇവരെ പെട്ടെന്ന് ഇത്രയും പേര് ഇന്ത്യയിലോട്ട് വരുമ്പോൾ അപ്പം എന്താണ് അതിനൊരു സംവിധാനം എന്നുള്ള കാര്യത്തിനെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവിടുത്തെ ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്നയാൾ പറയുന്നത് അവിടെയുള്ള ഇപ്പം മറ്റുള്ള രാജ്യത്ത് ആ രാജ്യവുമായിട്ട് പെർസിക്യൂഷൻ നടത്തുന്നവർ ആ രാജ്യത്തോട്ട് ഏത് മതവും പ്രശ്നമൊന്നും, അദ്ദേഹത്തിന് ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ട്, വായിച്ചാൽ മനസ്സിലാകും. അതിനെയൊക്കെ അവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും പേര് ഇല്ലീഗൽ ഇമിഗ്രൻസ് ഈ രാജ്യത്തു നിന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അയാൾ പെട്ടുപോയി. അപ്പം ഇന്ത്യയിൽ നടക്കുന്ന ചില സോഷ്യൽ മീഡിയ പരസ്യങ്ങളാണ് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസിൻ്റെ അകത്ത് വന്ന വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ അത് പറയുന്നത്, കാരണം ഇന്ത്യക്കാരെ നോക്കിയാണ് പറയുന്നത്. അപ്പം ടിക്ടോക്കിലും സോഷ്യൽ മീഡിയയിലും ചെറിയ വീഡിയോ കൊടുക്കുന്നുണ്ട്. അതായത് അമേരിക്കയിൽ നിന്ന് അങ്ങോട്ട് ചാടിപ്പോകുന്നു.
ഇപ്പോൾ ഓരോ ഏജൻസികളും നമ്പരും കൊടുക്കുന്നുണ്ട്. ഇത്ര രൂപ കൊടുക്കുകയാണെങ്കിൽ, ഇത്ര ഡോളർ കൊടുക്കുകയാണെങ്കിൽ അവർ അങ്ങോട്ട് ചാടി കൊടുക്കാം. അതായത് ടിക്ടോക്കിൽ വരുന്ന പരസ്യമാണ് ഇത് പറയുന്നത്. ഈ റിപ്പോർട്ട് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. അതായത് അതും വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, കാനഡയിലുള്ള ഇന്ത്യക്കാരെ ഇത് ബാധിക്കാൻ പോവുകയാണ്. കാരണം ഇങ്ങനെയുള്ള പരസ്യം കൊടുത്തിട്ട് ഇന്ത്യക്കാരെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ, അതായത് അമേരിക്കയിൽ വന്നിരിക്കുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇതേപോലെയുള്ള ആളുകൾ, കാരണം ഇതെല്ലാം പണം മേടിച്ച് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അതായത് അവിടുത്തെ എക്കോണമിയെ മാത്രമൊന്നുമല്ല, അവിടെ ജനങ്ങളുടെ സ്ഥിരതാമസം ആക്കിയവർ അവിടുത്തെ സിറ്റിസൺ. കാരണം അവർക്ക് അൺഎംപ്ലോയ്മെൻറ്റ് കൂടി വരുന്നു. നിങ്ങൾ കാണുന്നതാണ് കാനഡയിൽ അവിടെ ഒരു പഠിക്കാൻ വരുന്ന കുട്ടികൾ അവിടെ പഠിക്കാനല്ല വരുന്നത്, അവിടെ ജോലി ചെയ്തിട്ട് അവർ സിറ്റിസൺഷിപ്പിന് വേണ്ടി ട്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് ഇത്രയും പേര് കൂടെ കയറി വരുമ്പോൾ കാനഡ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ സ്ഥിതി വല്ലാതെ അങ്ങ് മോശമാണ്. ഇവർ പലയിടത്തോട്ടം കയറി അങ്ങ് പോകും. അതാണ് ഈ രാജ്യത്തിൻ്റെ ചില ഇല്ലീഗൽ ഇമിഗ്രൻസ് കയറുമ്പോൾ പല രാജ്യത്തും പ്രശ്നമുണ്ട്. ഇപ്പോൾ കാനഡയിൽ ഏറ്റവും വലിയ പ്രശ്നം ഇതായിട്ട് മാറുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ പലരുമായിട്ട് പെട്ടെന്ന് ഇത്രയും പേരെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും? 2 കോടി എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ കേരളം ഇപ്പോഴും കംപ്ലീറ്റ് കേരളം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജനസംഖ്യ 4 കോടി ആയിട്ടില്ല. ഇപ്പോഴും 3.25 കോടി 3.5 കോടി ആ രീതി നിൽക്കുകയാണ്. അപ്പോൾ 2 കോടിയാണ് അമേരിക്കയിലുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസ്. ഇവരങ്ങോട്ട് പോയാലുള്ള സ്ഥിതി ആലോചിച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് എത്രയോ ലക്ഷം ഇന്ത്യക്കാർ ഇന്ത്യയിലോട്ട് പോയാൽ അവിടുത്തെ സ്ഥിതി ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പം ഞാനീ പറയുമ്പോൾ ഇത് നിങ്ങൾ പാനിക്കാകാൻ വേണ്ടി പറയുന്നതല്ല. അപ്പം നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ മറ്റുള്ള പലരുമൊക്കെ കാണും അമേരിക്കയിൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് വന്നിട്ടുള്ളവർ. ഇവരെ മുഴുവനും ഇവിടുന്ന് അമേരിക്ക 2 കോടി പേരെ അങ്ങോട്ട് മാറ്റുവാണെങ്കിൽ ആലോചിച്ച് നോക്കുക. അമേരിക്കയിൽ ഈ പരിപാടിയൊന്നും നടക്കത്തൊന്നുമില്ല. അവിടുത്തെ ജോലി നേരെ ജോലി നടക്കാൻ പോകുന്നില്ല. കാരണം ഇവിടെ ഫാമിൽ ജോലി ചെയ്യാൻ ആൾക്കാരെ വേണം, ഇവിടെ കടകളിൽ ജോലി ചെയ്യാൻ ആൾക്കാരെ, സ്റ്റോറുകളിൽ ജോലി ചെയ്യാൻ ആൾക്കാരെ വേണം, ഇവിടെ സഹായത്തിന് പലതും ചെയ്യാൻ ആൾക്കാരെ വേണം. ഇവിടെ വലിയ ഷോർട്ടേജ് ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ട്രംപ് പെട്ടെന്ന് ഈ 2 കോടി പേരെ പുറത്താക്കാനുള്ള സംഭവമല്ല, പക്ഷേ ഗ്രാജുവൽ പ്രോസസ്സ് ഉണ്ടാകും. അതായത് ഇത്ര 1000 പേര്, അതായത് ഇത്ര ലക്ഷം പേര് ഇത്ര വർഷത്തിനുള്ളിൽ പുറത്താക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഇവിടെ ആളില്ല. കാരണം ഇവിടെ എല്ലാ കടകളിലും എല്ലാ സ്റ്റോറുകളും പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നവർക്ക് ആളില്ല, മാൻ പവർ ഷോർട്ടേജാണ്. അപ്പം ഏത് രീതിയിലുള്ള ഫോർമുലയാണ് ട്രംപ് വരുമ്പോൾ, അതായത് ജാനുവരിയിൽ അയാൾ ഉണ്ടാക്കാൻ പോകുന്നത്, അതേപോലെ തന്നെ ഒരു കാരണവശാലും ഈ കാനഡയ്ക്ക് ഇത്രയും വലിയൊരു തലവേദന ഉണ്ടാക്കാൻ അയാൾ മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കാനഡ അമേരിക്ക സഹോദര രാജ്യമാണ്. അപ്പോൾ അതിനെ അയാൾ ശ്രമിക്കുകയൊന്നുമില്ല. പക്ഷേ അവിടെ കാനഡയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ, ഇതൊരു ഭീഷണി തന്നെയാണ്. ഇത്രയും പേരങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഒരു ഇമാജിനേറ്ററി കണക്കൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ 3 ലക്ഷം അല്ലെ 2 ലക്ഷം അല്ലെ 4 ലക്ഷം വന്നു കഴിയുമ്പോൾ അവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? അപ്പോൾ അവിടൊക്കെയാണ് കയറുന്നത്. കാരണം ഇല്ലീഗലാണ് ഇവർ. പല സാഹചര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്, ഒറ്റ സാഹചര്യമല്ല നോക്കേണ്ടത്. അപ്പം ഇവരെ എങ്ങനെയാണ് പിന്നെ അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുന്നത്? കാരണം കാനഡ ഇന്ത്യ ആയിട്ടുള്ള ബന്ധം അത്ര സുഖവുമല്ല. ഇതെല്ലാം മാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വരാനുള്ള സമയത്ത്, അതായത് ജാനുവരി കഴിയുമ്പോൾ 2000 ജാനുവരിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശ തീരുമാനം ട്രംപ് എടുക്കും. പക്ഷേ ഇവിടെ ഇപ്പോഴുള്ള ഇല്ലീഗൽ ആയിട്ട് ഇമിഗ്രൻസ് ആയിട്ടുള്ളവർ, അതായത് കടന്നു വന്ന ഇവർക്ക് പേടിയാകാൻ തുടങ്ങി. ഇപ്പോൾ ഇവരുടെ നോക്കുന്ന ഒരേ ഒരു പരിപാടി, ഇത്ര ഡോളർ കൊടുക്കുക, അമേരിക്കൻ ബോർഡറിൽ നിന്ന് ചാടി കാനഡയിൽ പോവുക. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം പിന്നീട് ഉണ്ടാകാൻ പോകുന്ന ഇഷ്യൂ എന്താണ്, അതാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക. കാരണം ഒരു ഡിസിഷൻ വരാൻ പോവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് മെക്സിക്കോയിൽ നേരത്തെ ട്രംപ് പറഞ്ഞിരിക്കുന്നത്, മെക്സിക്കോയുടെ അമേരിക്കയുടെ ബോർഡറിൽ മെക്സിക്കോയുടെ അകത്ത് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അവിടെ താമസിപ്പിക്കുന്നു, അവരെ അമേരിക്കൻ കൾച്ചറൊക്കെ പഠിപ്പിക്കുന്നു. അതിനുശേഷം കുറച്ച് ആൾക്കാരെ, ആവശ്യത്തിനുള്ള ജോലിക്കാരെ ഇങ്ങോട്ടെടുക്കുന്നു. പക്ഷേ ഇതേപോലെ ആയിരിക്കില്ല കാനഡയുടെ ബോർഡർ. കാരണം മെക്സിക്കോയുടെ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് നല്ല അലേർട്ടും വേലിയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ കാനഡ ബോർഡർ വേലിയൊന്നുമില്ല, ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ പറ്റി. ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ അതിനകത്ത് ഏജൻസികൾ വളരെ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. മനസ്സിലാക്കുക. അപ്പോൾ 2 രാജ്യങ്ങളുടെ ബന്ധത്തെ തന്നെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം കാനഡയുടെ എക്കോണമി മാത്രമല്ല, അവർക്ക് ഇത്രയും പേര് വന്നു കഴിയുമ്പോൾ ഇവർക്ക് ആഹാരം കൊടുക്കാൻ പറ്റുമോ? ഇവർക്ക് എന്ത് ജോലി കൊടുക്കാൻ പറ്റും? അവിടെയുള്ള സിറ്റിസണിനെ എങ്ങനെ ഇത് ബാധിക്കും? അവൻ്റെ ഹെൽത്ത്, അത് ഇത് ചവറ് ഇതെല്ലാം ഉണ്ട്. എവരിത്തിങ് ഈസ് മാറ്റേഴ്സ്.
അപ്പം ഇതെല്ലാം കൂടെ നോക്കുവാണെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ അമേരിക്കയെ 2 കോടി പേരെ പുറത്താക്കുന്ന ഡിസിഷൻ വന്നു കഴിയുമ്പോൾ ഇതൊരു വലിയ ഇഷ്യൂ ആകും, ഒരു ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് എനിക്കിത് കാണാൻ സാധിക്കുന്നത്.